ഹലോ, അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ സ്കൂളിലെ പ്രിയങ്കരനായ അധ്യാപകൻ, ഞങ്ങളുടെ പ്രധാന അധ്യാപകൻ ശ്രീ കാസിം സാറിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ മാസം, അതായത് ഒക്ടോബർ 31 അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 23 തീയതി സ്കൂൾ കോംപ്ലക്സിൻ്റെ ഒരു ഫംഗ്ഷനായിരുന്നു. സാറിനെ ആദരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ചടങ്ങ്. ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ ശ്രീ കാസിം സാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് അധ്യാപനത്തിൻ്റെ ഉദ്ദേശം? ഈ ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം മനസ്സിലാക്കുന്നയാളാണ് മികവുള്ള അധ്യാപകൻ എന്ന് പറയാം. നല്ല വ്യക്തിത്വം, സംസ്കാരം, പെരുമാറ്റം, വൈകാരിക സ്ഥിരത, സാമൂഹിക പ്രതിബദ്ധത, മൂല്യബോധം, ഉണർവ് എന്നിവയെല്ലാം അധ്യാപകനെ മികവുള്ളവനാക്കുന്നു. ഈ മഹത്തായ മൂല്യങ്ങൾ എല്ലാം തന്നെ മുറുകെ പിടിച്ച ഒരധ്യാപകനാണ് ശ്രീ കാസിം സാർ. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവുമുള്ളയാൾ. എഡ്യൂക്കേഷൻ, ഇൻസ്പിറേഷൻ ആൻഡ് ഗൈഡൻസ് എന്നിവയാണ് ഒരധ്യാപകൻ്റെ പ്രധാന മുഖമുദ്രകൾ. ഈ മുഖമുദ്രകൾ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അവ തൻ്റെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അധ്യാപനത്തിൻ്റെ നൂതന ആശയങ്ങൾ സ്വാംശീകരിച്ച് പുതിയ സാങ്കേതികതയുടെ സഹായത്തോടെ പഠിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും വ്യവച്ഛേദിക്കാൻ കഴിവുള്ള ഒരധ്യാപകൻ. ആരെയാണ് താൻ പഠിപ്പിക്കേണ്ടത്, തൻ്റെ കുട്ടികൾ ഏത് തരത്തിലുള്ളവരാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല അവബോധമുള്ള കുട്ടികളുടെ പ്രിയങ്കരനായ കാസിം സാർ. വിവിധ നൈപുണികൾ ഉൾക്കൊണ്ടുള്ള അധ്യാപകന് മറ്റുള്ള അധ്യാപകരിൽ നിന്നും വ്യത്യസ്തനാകും. അധ്യാപകന് ശുഭാപ്തി വിശ്വാസവും പോസിറ്റീവ് മനോഭാവവും ഉണ്ടാകണം. പ്രത്യേകിച്ച് തൻ്റെ കുട്ടികളോടും സഹപ്രവർത്തകരോടും മാന്യമായി പെരുമാറാൻ കഴിഞ്ഞുകൊണ്ട് വിജയിച്ച ആ അധ്യാപകനാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ കാസിം സാർ. രക്ഷിതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു പ്രധാന അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. മാറിവരുന്ന പഠന പാഠ്യരീതികൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കുട്ടികളെയും ജയിപ്പിക്കുക എന്നതല്ല അധ്യാപകൻ്റെ കഴിവ്. എല്ലാ കുട്ടികളെയും നല്ല ഗ്രേഡിലും ഗുണനിലവാരത്തിലും എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ സ്കൂൾ കോംപ്ലക്സിലെ മുഴുവൻ അധ്യാപകരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിപാടികൾ ആരംഭിച്ചു. എല്ലാവരും വന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിപാടി തുടങ്ങുകയാണ്. നമ്മുടെ പ്രിൻസിപ്പാൾ GK സാർ, SD സ്കൂൾ HM, AHM, അതുപോലെ നമ്മുടെ CRC നഗരത്തിലോട്ട് ഞാൻ ഓൾറെഡി റെപ്രസെൻറ്റേഷൻ അയച്ചു കഴിഞ്ഞു. എനിക്ക് ആവശ്യം ഒരു ഹെഡ് മാസ്റ്റർ തന്നെയാണ്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഒരു അക്കാഡമിക് ഇയറിൻ്റെ ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ തീരാനാകുന്ന സമയത്ത് ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് എന്തായാലും ഒരു ഹെഡ് മാസ്റ്റർ നമുക്ക് എന്തായാലും ഇനി പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം ഉള്ള ഹെഡ് മാസ്റ്റർമാരെല്ലാം ഓരോ സ്കൂളിലെ ഓൾറെഡി അവരുടെ ഡ്യൂട്ടി അസൈൻഡ് ആണ്. അപ്പോൾ അക്കാഡമിക് ഇയർ തീരാൻ പോകുന്ന ഈ സമയത്ത് പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ എന്നെ ഈ ഇരിക്കോയിൽ വന്നപ്പോൾ അക്കാഡമിക് സെക്ഷനുമായി എന്ത് സംശയം ഉണ്ടായാലും ഞാൻ ആദ്യം വിളിച്ചു ചോദിക്കുന്നത് സാറിനോട് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ അതൊക്കെ ഇനി ഒരു മിസ് ചെയ്യും എന്ന വല്ലാത്തൊരു വിഷമവും ഉണ്ട് മനസ്സിലേക്ക്. ഇപ്പൊ റിട്ടയർമെന്റ് ആദ്യമായിട്ട് മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിറയൽ അനുഭവപ്പെടുന്നുണ്ട്. അറിയില്ല, ഇപ്പൊ ഈ വന്നിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ സാറിന് അവിടെ ഒരു മുതിർന്ന ഒരു ജ്യേഷ്ഠന്റെയോ ഒരു ബാപ്പയുടെയോ ആരോടൊക്കെയോ തോന്നുന്ന ആ ഒരു സ്നേഹമാണ്, സ്നേഹബന്ധമാണ് സാറിന്റെ അടുത്തുള്ളത്. ഞാൻ പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യാപന ജീവിതത്തിലേക്ക് 2013 സർവീസിലേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം ഇവിടെ ജോയിൻ ചെയ്തപ്പോ, മിനിക്കോയിൽ വന്ന് ജോയിൻ ചെയ്തപ്പോ സാറിനെ കണ്ട് സാറ് ഇവിടെ നിന്ന് നെക്സ്റ്റ് ഇയറിൽ റിട്ടയർഡ് ആകുമെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ കണ്ട ഒരു കാര്യമാണ്. പഠിപ്പിക്കുന്ന രീതിയും
കുട്ടികൾക്ക് പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകുന്ന കരുതലും അതൊക്കെയാണ് ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളുടെ മനസ്സിലും സഹപ്രവർത്തകരുടെ മനസ്സിലും ഏറ്റവും മികച്ചതായി നിലനിൽക്കുന്നത്. ഒരുപാട് അധ്യാപകർ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ പറഞ്ഞു. അങ്ങനെ അധ്യാപകരൊക്കെ ആശംസകൾ അർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിനുള്ള ഒരു മൊമെൻ്റോ പ്രസൻറ്റേഷൻ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങും നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ സാർ ശ്രീ GK സാറാണ് നിർവഹിച്ചത്. അങ്ങനെ വേദിയെ ധന്യമാക്കിക്കൊണ്ട് സാറ് നമുക്ക് വേണ്ടി കുറച്ചു നേരം സ്കൂൾ കോംപ്ലക്സിലെ അധ്യാപകന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി നിങ്ങൾ നൽകിയ സ്നേഹ ഉപഹാരങ്ങൾക്കും സാധാരണ നമ്മൾ നന്ദി പറയുമ്പോൾ വിരുന്നിനും നന്ദി പറയുക എന്നാണ് പറയുന്നത്. ആകുന്ന സമയത്ത് ഉള്ള ഒരു കുവൈറ്റ് പറയലുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം സത്യസന്ധമായ വിലയിരുത്തലായിട്ട് എനിക്കും തോന്നിയത്. കാരണം 1986 ജനുവരി 11-ാം തീയതി കടവത്ത് JP സ്കൂളിലാണ് ജോയിൻ ചെയ്തത്. സർവീസ് ജീവിതത്തിന്റെ ആദ്യത്തെ 19 വർഷം പ്രൈമറി സ്കൂൾ അധ്യാപകനായി
രണ്ടാമത്തെ 19 വർഷം JV സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ അഭിമാനിക്കുന്നു. അൽഹംദുലില്ലാ. ഈ JV സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്ത കാലത്ത് തന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം അന്ന് എനിക്ക് ലഭിച്ചിരുന്നു. 12 വരെ പഠിപ്പിച്ചു എന്നുള്ള അഭിമാനത്തോടെ പറയാമായിരുന്നു. ഞാൻ ആ പ്രമോഷൻ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. സാറിന് നമ്മളൊരു വിലപിടിപ്പുള്ള സമ്മാനം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സ്നേഹപൂർവ്വം ആ ഒരു സമ്മാനം സ്കൂളിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആ ഒരു തുക സ്കൂളിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നന്ദി പ്രകടനമായിരുന്നു. നന്ദി പ്രകടനത്തിന് ശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി. ഒരു നല്ല അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളുമായി നന്നായി ആശയവിനിമയം നടത്തുന്നു. അവരുടെ ഭയത്തെ മറികടക്കാനും വിഷയങ്ങളിൽ താൽപ്പര്യം വളർത്തിയെടുക്കാനും അവരെ സഹായിക്കുന്നു. പ്രകടമായ ആശയവിനിമയവും വ്യക്തമായ പ്രഭാഷണങ്ങളും വിവരങ്ങൾ നന്നായി മനസ്സിലാക്കാനും നിലനിർത്താനും വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ച അധ്യാപകനാണ് ശ്രീ കാസിം സാർ. അതേപോലെ ഒരു നല്ല അധ്യാപകനു വേണ്ട ഗുണഗണങ്ങളാണ് ക്ഷമ, സഹാനുഭൂതി, പൊരുത്തപ്പെടുത്തൽ, ബഹുമാനം എന്നിവ. ഈ പ്രധാന ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വ്യക്തിത്വം. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് മുതൽ വൈകാരിക ബുദ്ധി വരെ ഫലപ്രദമായ രീതിയിൽ വികസിപ്പിക്കേണ്ട അധ്വാനവും കഠിനവും മൃദുവുമായ എല്ലാ കഴിവുകളും ഒത്തൊരുമിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാസിം സാർ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവനല്ല, വിഷമമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നവനാണ് ഉത്തമ അധ്യാപകൻ. വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒന്നാകരുത് അധ്യാപനം എന്നിങ്ങനെയുള്ള തത്വങ്ങൾ കൂടി മുറുകെ പിടിച്ച വ്യക്തിത്വം. അങ്ങനെ ഒരുപാട് നേരം വൈകിയതിന് ശേഷമാണ് നമ്മളൊക്കെയും തന്നെ നമ്മളെ വീടുകളിലേക്ക് എത്തിയത്. ആ ഒരു സമയത്ത് പെട്ടെന്നൊരു മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യപരിപാടികളൊക്കെ അവസാനിച്ചപ്പോഴാണ് മഴ പെയ്തത്. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ, അദ്ദേഹം പെൻഷൻ പറ്റുന്ന ആ ഒരു ദിവസം ഒക്ടോബർ 31-ാം തീയതിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മുടെ സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ അസംബ്ലിയാണിത്. നമ്മുടെ ജീവിതത്തിൽ അധ്യാപകരുടെ പ്രാധാന്യം നാം എല്ലാവരും മനസ്സിലാക്കുന്നു. നമ്മൾ ഓരോരുത്തരും ജീവിതകാലം മുഴുവൻ ഓർക്കുന്ന മാതൃകാപരമായ ചില അധ്യാപകരെ കണ്ടുമുട്ടിയിരിക്കണം. അത്തരമൊരു അധ്യാപകനാകുക എന്നത് നിസ്സാര കാര്യവുമല്ല. പ്രശസ്തമായ ഒരു ഉദ്ധരണി ഇങ്ങനെ പറയുന്നു: ഒരു നല്ല അധ്യാപകൻ ഒരു മെഴുകുതിരി പോലെയാണ്, അത് മറ്റുള്ളവരെ വഴിതെളിക്കാൻ വേണ്ടി സ്വയം പ്രകാശിക്കുകയും ചെയ്യുന്നു. After today, I will be known as a retired teacher or retired headmaster or retired government servant. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഏതാണ്ട് 23-ാം തീയതിക്ക് ശേഷം സാർ എപ്പോഴാണ് പോകുന്നത്, സാർ റിട്ടയർ ആകുന്നത്. ആദ്യം തിരിച്ചത് നമ്മുടെ സ്കൂൾ ലീഡറാണ്. കാരണം സ്കൂൾ ലീഡർക്ക് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, നിങ്ങളെ കുട്ടിയിൽ കൊണ്ടുപോകണം. ഒരു സ്കൂൾ ലീഡർ ഒരു 2-3 മാസം മുമ്പ് തന്നെ എൻ്റെ അടുത്ത്, സാറ് ഒക്ടോബറിന് റിട്ടയർ ആകുന്നതിന് മുമ്പ് ആ കുട്ടി ട്രിപ്പ് എൻ്റെ ഒരു വാഗ്ദാനമാണ്, അതൊന്ന് നിറവേറണം. അപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞത് എൻ്റെ റിട്ടയർമെന്റ് കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മുടെ ലീഡറാണ്. പിന്നീട് പലരും തിരിച്ചറിഞ്ഞ മുതൽ വിഷസ് എനിക്ക് അറിയിച്ചു. പല രീതിയിലുള്ള വിഷസ് ലെറ്ററിന്റെ രൂപത്തിൽ, അത് വാചികമായും ലിഖിതമായും എനിക്ക് ഒരുപാട് വിഷസ് നിങ്ങൾ കിട്ടിയിരിക്കുന്നു. ശരിക്കല്ലേ ഈ ഒരു ദിവസം 30-ാം തീയതി ആയിരുന്നു. പിറ്റേ ദിവസം നമുക്ക് സ്കൂൾ അവധിയായതുകൊണ്ട് 31-ാം തീയതിക്കത്തെ നാഷണൽ യൂണിറ്റി ഡേയുടെ ആ ഒരു ബാനർ കൂടി സാർ ഉള്ള ആ ഒരു സമയത്ത് തന്നെ നമ്മൾ സാറിന് കൊടുക്കാൻ പോവാണോ? എല്ലാവരും തുറന്ന് എല്ലാവരും ലെറ്റർ ഇങ്ങനെ പൊക്കി പിടിക്കും. ഓക്കെ, ഇതെന്താണ് സംഭവം? എന്താണ് പറഞ്ഞ പിടിച്ചിരിക്കുന്നത്? എന്താണ് സാറ് പോകുന്നാലും നിങ്ങൾക്ക് സങ്കടമാണോ സന്തോഷമാണോ? ഭയങ്കര സങ്കടമാവും. അപ്പൊ കൊടുക്കേ. അപ്പോൾ അന്നേ ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ സാറിനെ വിഷസ് അറിയിക്കാൻ വേണ്ടി ക്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂളൊക്കെ വിട്ടതിന് ശേഷമാണ് ഈ ഒരു പരിപാടി നമ്മൾ
നടത്തിയിട്ടുണ്ടായിരുന്നത്. സാറിൻ്റെ വക നമ്മളെല്ലാവരും ചേർന്ന് കൊണ്ടുള്ള ഒരു ചായ സൽക്കാരം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ SMC മെമ്പേഴ്സിനെ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്കൂളിലെ എല്ലാ വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും അവരാണല്ലോ പ്രവർത്തിക്കുന്നത് എപ്പോഴും. അപ്പോൾ അവരെ കൂട്ടാതെ എന്ത് ചായ സൽക്കാരം. അപ്പോൾ നമ്മുടെ SMC മെമ്പേഴ്സും നമ്മളും മാത്രമായിട്ടുള്ള ഒരു ചായ സൽക്കാരമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേദിയാണ് ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കുട്ടികൾ അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ന് രാവിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ വളരെയധികം സെൻസിറ്റീവായി. കാരണം കുട്ടികളുമായിട്ട് അറ്റാച്ച്മെന്റ് കടമ്പം കഴിഞ്ഞാൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഈ 38 വർഷത്തിൽ സിംഹഭാവം കടമ്പത്തിലാണെങ്കിൽ അത് കഴിഞ്ഞാൽ അമീനിയിലെ 4 വർഷം പോയി. കലാലയപടികളും കൂടില്ലായിരുന്നു നാം ഈ പ്രിയ കൂട്ടരുമൊത്തും വിരഹം ഇത്ര നൊമ്പരമെന്നറിഞ്ഞിരുന്നെങ്കിൽ വിടവാകൾ ഇത്ര വേദനയെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനറിഞ്ഞില്ല. പിന്നെ നമ്മുടെ SMC മെമ്പേഴ്സ് അവരുടെ വക സാറിനൊരു ജിഹാദോണി സമ്മാനിക്കുകയുണ്ടായി. നല്ല ഭംഗിയുള്ള ഒരു ജിഹാദോണിയായിരുന്നു. അവരുടെ ഒരു സന്തോഷത്തിന് സാറിന് നൽകിയതാണ്. വേറെയും ഒരുപാട് സമ്മാനങ്ങളൊക്കെയും സാറിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും നല്ല ഒരു സമ്മാനം ഇന്ന് കൊടുത്തതിൽ വെച്ചിട്ട്. എല്ലാ സമ്മാനങ്ങളും അമൂല്യങ്ങളാണല്ലോ. പിന്നെ സാറിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് കട്ടിങ് കൂടി ഉണ്ടായിരുന്നു. മധുരം നുണഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പരിപാടി ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെയും മധുരം നുണയുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ കേക്ക് മുറിച്ചുകൊണ്ട് അത് എല്ലാവർക്കും വിതരണം ചെയ്തു. അങ്ങനെ വളരെ മനോഹരമായ ഒരു പരിപാടിയായിരുന്നു ഇന്നത്തതും. പിന്നെ ഇന്ന് നമ്മുടെ കുറേ ടീച്ചേഴ്സ് സാറിന് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികളും സാറിന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുമുണ്ടായിരുന്നു. സത്യസന്ധതയും ഹൃദയത്തോട് ചേർന്നുള്ള സംസാരവുമാണ് ബന്ധം ദൃഢമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അധ്യാപകൻ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.